വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്, കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതിലെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുകളും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററെ പറ്റി പറയുവാണെങ്കിൽ ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാർട്ട് പറയുവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അല്ലേ? നമ്മൾ എന്താ ഇവിടെ പഠിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സ് എന്താണ് എന്നുള്ളത് ഇതിന് തൊട്ട് മുന്നത്തെ ചാപ്റ്റർ, അതായത് 5th ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, എവിടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ റേറ്റ് അല്ലേ? നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇത് വെച്ച് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ സർക്കിളിൽ നമുക്കറിയാം, സർക്കിളിന്റെ മെയിൻ ആള് എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് അല്ലേ? ഈ സർക്കിളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് തന്നെയാണ്, ശരിയല്ലേ? ഈ സർക്കിളിനെ സർക്കിൾ ആക്കുന്ന ആരാണ്? ആ റേഡിയസ് ആണ്. റേഡിയസ് വലുതാവുന്നതിനനുസരിച്ച് സർക്കിൾ വലുതാവും, റേഡിയസ് ചെറുതാവുന്നതിനനുസരിച്ച് സർക്കിൾ ചെറുതാവുകയും ചെയ്യും, നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് റേഡിയസ് ആണ്. ആ റേഡിയസ് മാറുമ്പോൾ സർക്കിൾ വലുതാവ് മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറുതാവ് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അതിന്റെ കൂടെ തന്നെ സർക്കിളിന്റെ ഏരിയ, പെരിമീറ്റർ അല്ലെ എന്നീ പറയുന്ന സാധനങ്ങളും വലുതാവുകയും ചെറുതാവുകയും ചെയ്യും അല്ലെ? റേഡിയസ് വലുതാവുന്നതിനനുസരിച്ച് ഏരിയ വലുതായിക്കൊണ്ടിരിക്കും അല്ലെ? അതേപോലെ പെരിമീറ്റർ വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പാരാമീറ്റർ, റേഡിയസ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഏരിയയും അതേപോലെ പെരിമീറ്ററും എന്താവുന്നുണ്ട്, കൂടെ ചേഞ്ച് ആവുന്നുണ്ട്. ക്ലിയർ അല്ലേ? അങ്ങനെ ഇപ്പോൾ റേഡിയസ് ചേഞ്ച് ചെയ്യുന്ന സാധനം, അതായത് റേഡിയസ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് നമുക്ക് തരുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ ചേഞ്ച് ആവുന്ന റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് റേഡിയസ് ഉണ്ട്. എ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി. ഒരു സർക്കിളിന്റെ റേഡിയസ് ഇങ്ങനെ കൂടി 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 വരികയാണ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 5 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ നമ്മുടെ റേഡിയസ് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ സെക്കൻഡിലും 5 സെന്റിമീറ്റർ വെച്ച് നമ്മളുടെ റേഡിയസ് കൂടി 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 വരുന്നു. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയാണ് മക്കളെ നമ്മൾ dr/dt എന്ന് പറയുന്നത്. അതായത് റേഡിയസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 5 സെന്റിമീറ്റർ റേഡിയസ് കൂടി വരുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു, കൂടി വരുന്നു. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടി വരുന്നു. അപ്പോൾ dr/dt അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മുടെ റേഡിയസ് 5 സെന്റിമീറ്റർ കൂടി 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 വരുന്നു. ഇതാണ് ഈ ഫസ്റ്റ് തന്നിരിക്കുന്നത്. പിന്നെ ചോദ്യം എന്താണ്, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 8 സെന്റിമീറ്റർ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt ആണ്. ഏരിയ ചേഞ്ച് ചെയ്യുന്ന അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. ഓരോ സെക്കൻഡിലും 5 സെന്റിമീറ്റർ ചേഞ്ച് ചെയ്യുന്ന സർക്കിളിന്റെ ഏരിയ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എത്രയാണ്, അതായത് dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയുന്ന വേറൊരു കാര്യമുണ്ട്, ഏരിയ ഓഫ് എൻ ഇക്വേഷൻ അല്ലെ, ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ ആണുള്ള ഇക്വേഷൻ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, πr² ആണ്. ഇവിടെ റേഡിയസ് ആണ് അല്ലെ, നമ്മൾ πr² എന്നാണ്, റേഡിയസ് ആണ് നമ്മളുടെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾക്ക് ഡെറിവേറ്റ് ചെയ്യാൻ അറിയാം, എങ്ങനെ, dA/dt
dr ചെയ്യാൻ നമുക്കറിയാം. കാരണം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. കാരണം ഇവിടെ dt എന്ന് പറയുന്ന ടേം ഉണ്ടോ? t എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല, പാരാമീറ്റർ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുക വിത്ത് റെസ്പെക്ട് ടു r ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന πr² ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുക വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് നമുക്ക് ഇതിനെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടത് dA/dt ആണ്, ശരിയല്ലേ? നമുക്ക് വേണ്ടത് dA/dt ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് dA/dr ആണ്, അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എ നമുക്ക് ചെയ്തുകൂടെ, ആർ നമുക്ക് ചെയ്തുകൂടെ? എങ്ങനെ ചെയ്യാം? ഇത് പൈ കോൺസ്റ്റന്റ് ആണ്, r² ചെയ്യുമ്പം 2 × r എന്ന് പറയും. അതായത് ടോട്ടലി പറയുവാണെങ്കിൽ 2πr. dA/dr 2πr ആണെന്ന് നമുക്കറിയാം. പക്ഷെ dA/dt ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ dA/dr നമുക്കറിയാം ഇൻറ്റു dr/dt. ഇത്രേ ചെയ്യുള്ളൂ. അതായത് dA/dt ആണ് നമുക്ക് കാണേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എന്ത്? dA/dr ചെയ്യുന്നു ഇൻറ്റു dr/dt ചെയ്യുന്നു. ഇത് ആക്ച്വലി നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി dr-ഉം dr-ഉം ക്യാൻസൽ ആവുന്നു, ബാക്കി dA/dt എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പഠിക്കാം. പക്ഷെ ആക്ച്വലി ഇത് അങ്ങനെയല്ല. അപ്പൊ ഈ dr-ഉം dr-ഉം ക്യാൻസൽ ആവുന്നു, ബാക്കി ആരാണ്? dA/dt ആണ്. അപ്പൊ ഇനി ഇവിടെ നോക്കി, dA/dr എന്താ നമുക്കറിയാം. dA/dr നമ്മൾ കണ്ടുപിടിച്ചു 2πr. ഇനി dr/dt അല്ലേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ. ഇനി r ഈക്വൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട്, r ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 × π × r പകരം 8 കൊടുക്കുന്നു ഇൻറ്റു 5. അപ്പൊ ആൻസർ വരുന്നത് 80 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അല്ലേ? dA/dt ഏരിയയുടെ സ്ക്വയർ എന്താ, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യുവ ബാച്ചിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ചാപ്റ്റർ ഏകദേശം കഴിയാറൊക്കെ ആയി. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം.